ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 136 ശ്രീ ശാരദാ പ്രതിഷ്ഠ. ഭാഗം 136 ശ്രീ ശാരദാ പ്രതിഷ്ഠ ഇവിടെ ആരംഭിക്കുന്നു. ശിവഗിരിയിലെ ശാരദാ മഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശാരദാദേവിയുടെ കമനീയമായ വിഗ്രഹം തിരുവനന്തപുരം പേട്ടയിലുള്ള തോപ്പിൽ ഭവനത്തിൽ വെച്ചായിരുന്നു വാർത്തെടുത്തിരുന്നത്. ആദ്യം വാർത്തെടുത്ത വിഗ്രഹം കണ്ടിട്ട് ഗുരുദേവന് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടായില്ല. അതിനാൽ ഗുരുദേവൻ്റെ ഇംഗിതത്തിനും കൽപ്പനയ്ക്കും വിധേയമായി രണ്ടാമതും ഒരു വിഗ്രഹം വാർത്തെടുക്കുകയുണ്ടായി. ഭക്ഷണം തനിയെ പാകം ചെയ്തു കഴിച്ചും വ്രതശുദ്ധി കൃത്യമായി അനുഷ്ഠിച്ചുമാണ് ശില്പി അത് നിർവഹിച്ചത്. ആ വിഗ്രഹം ഗുരുദേവന് നന്നേ ഇഷ്ടമായി. ആ സന്ദർഭത്തിൽ ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ചേർന്ന് അവരുടെ പേരുകൾ വെച്ച് ക്ഷേത്രപ്രതിഷ്ഠയെ സംബന്ധിക്കുന്ന ഒരു വിജ്ഞാപനം ഗുരുദേവൻ്റെ അനുമതിയോടെ തയ്യാറാക്കി 1912 ഫെബ്രുവരി 12 പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ഇപ്രകാരമായിരുന്നു: ശിവഗിരി മഠത്തിൽ ഈ വരുന്ന മെയ് 1 മേടം 18-ാം തീയതി രാത്രി ശാരദാ പ്രതിഷ്ഠ നടത്തുവാൻ ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ ആജ്ഞാനുസരണം തീർച്ചയായിരിക്കുന്നു. പ്രതിഷ്ഠ കഴിഞ്ഞ് 19-ാം തീയതി മുതൽ 21-ാം തീയതി വരെ കഴിയുന്നത്ര ഭംഗിയായി ആഘോഷിക്കപ്പെടുന്നതാണ്. ഇതോടുകൂടി ശിവഗിരി മഠം സമുദായത്തിൻ്റെ മതസംബന്ധമായ കാര്യങ്ങളുടെ തലസ്ഥാനമായിരിക്കുന്നതിന് വേണ്ട വ്യവസ്ഥകളെല്ലാം ചെയ്യപ്പെടുന്നതും അതിലേക്കായി സമുദായ നേതാക്കന്മാരുടെ സാന്നിധ്യം ആപേക്ഷിതവുമാകുന്നു. അങ്ങനെ ശാരദാ പ്രതിഷ്ഠ നടക്കുന്ന വാർത്തയറിഞ്ഞ് 10,000-കണക്കിന് ഭക്തജനങ്ങൾ മെയ് 1-നും അതിൻ്റെ തലേന്നുമായി ശിവഗിരിയിലെത്തിയിരുന്നു. SNDP യോഗത്തിൻ്റെ 9-ാം വാർഷിക യോഗവും അതോടൊപ്പം ശിവഗിരിയിൽ വെച്ച് നടത്തപ്പെട്ടിരുന്നു. സമുദായ നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ ആഘോഷങ്ങളുടെ നടത്തിപ്പിന് സ്വയം സജ്ജരായി നിൽപ്പുണ്ടായിരുന്നു. അന്ന് 1912 മെയ് 1, അതായത് 1087 മേടം 18, മേടമാസത്തിലെ ചിത്ര പൗർണമി ദിനമായിരുന്നു. അന്ന് പുലർച്ചെ ആയതോടെ വർണ്ണവിളക്കുകൾ കൊണ്ടലങ്കരിക്കപ്പെട്ടിരുന്ന ശാരദാ മഠത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശിവലിംഗ സ്വാമികൾ, ശാന്തലിംഗ സ്വാമികൾ, ചൈതന്യ സ്വാമികൾ, മാധവാനന്ദ സ്വാമികൾ, ശങ്കരൻ പരദേശി സ്വാമികൾ തുടങ്ങിയുള്ള ശിഷ്യന്മാരെല്ലാം അവിടെ കർമ്മനിരതരായി നിൽപ്പുണ്ടായിരുന്നു. പ്രതിഷ്ഠാവേളയിൽ ഭക്തജനങ്ങൾ പഞ്ചസാര പോലെ വെള്ള മണൽ വിരിക്കപ്പെട്ടു കിടന്നിരുന്ന ശാരദാ മഠത്തിന് ചുറ്റിലുമായി പ്രാർത്ഥനാപൂർവം നിൽക്കുകയായിരുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഗുരുദേവൻ ശാരദാ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ആ ശാരദാദേവി വിഗ്രഹത്തിന് 4 ഭുജങ്ങളാണുണ്ടായിരുന്നത്. അറിവിൻ്റെ പ്രതീകമായ ഗ്രന്ഥം, രാഗദ്വേഷങ്ങളുടെ പ്രതീകമായ കിളി, സമൃദ്ധിയുടെ പ്രതീകമായ കലശം, മോക്ഷത്തിൻ്റെ പ്രതീകമായ ചിന്മുദ്ര എന്നിവകളാൽ ആ ഭുജങ്ങൾ പരിശോഭിതങ്ങളായിരുന്നു. പ്രതിഷ്ഠാനന്തരം ജനങ്ങളിൽ ഒരു കൂട്ടം പേർ ഗുരുദേവൻ രചിച്ച ജനനി നവരത്നമഞ്ജരിയിലെ പദ്യങ്ങൾ ശ്രുതിമധുരമായി ആലപിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾ അവസാനിച്ചതോടെ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയിരുന്ന പന്തലിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രിമാരായ ആനന്ദലക്ഷ്മിയും ദാക്ഷായണിയും ചേർന്നിരുന്ന് വീണ വായിക്കുവാൻ തുടങ്ങി. ആ ആഘോഷരാവുകളിൽ രാത്രിയെ പകലാക്കിക്കൊണ്ട് ശിവഗിരി കുന്നുകളും ശാരദാ മഠവും വൈദ്യുതി ദീപപ്രഭയിൽ അണിഞ്ഞൊരുങ്ങി നയനാനന്ദ മനോഹരമായി നിൽക്കുകയായിരുന്നു. അറിവിന്നമൃതായി അദ്വൈത മന്ത്രങ്ങൾ ആലപിച്ചെത്തിയ പൂങ്കുയിലേ, ശിരസിൽ നിൻ പാദബാഷ്പങ്ങൾ അണിയുവാൻ ശിവഗിരി എത്ര നാൾ
തപസ്സു ചെയ്തു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 136 ശ്രീ ശാരദാ പ്രതിഷ്ഠ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.